വിനു കിരിയത്തും ആദർശിലേക്കും കടക്കുന്നതിന് മുൻപ് നടൻ അമ്മ ഭാരവാഹി കൂടിയായ വിനു മോഹൻ നമുക്കൊപ്പം ചേരുന്നു. വിനു, ഒരു വലിയ ഒരു സിനിമാ തർക്കത്തിലേക്കൊക്കെ താരങ്ങളും നിർമ്മാതാക്കളും പോകുകയാണോ? ഇത് ഏത് തരത്തിൽ സിനിമയെ ബാധിക്കും? എങ്ങനെ ഒരു സിനിമാ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾക്കിടയിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നാടകീയമായി അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് സിനിമാ താരങ്ങളിട്ട ആ പോസ്റ്റ് റീഷെയർ എല്ലാം ട്രോളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഈ മിനിറ്റിൽ പോലും, ഈ ചർച്ച നടക്കുന്ന ഈ സമയത്ത് പോലും താരങ്ങൾ മുട്ടുമടക്കി, തോറ്റുപോയി, കീഴടങ്ങി എന്ന തരത്തിലുള്ള കളിയാക്കലുകളുണ്ട്. അതാണോ സത്യം? നമസ്കാരം. ഇതിലിപ്പം താരങ്ങൾ തോറ്റുപോയി എന്ന് പറയുന്ന രീതിയിലല്ലോ ഇപ്പം താരങ്ങൾക്കെതിരെയല്ല ഒരു സമരം പ്രഖ്യാപിച്ചത്. അവർ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന ടാക്സിനെതിരെയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രസ് മീറ്റുകളിൽ പറഞ്ഞിട്ടുള്ളതും പിന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു ഇപ്പം ആൻചേട്ടനും അല്ലെങ്കിൽ സുരേഷ് ഒക്കെ ആയിട്ടുള്ള തർക്കം എന്നൊക്കെ പറയുന്നത് അത് ഒരു ചുറ്റും ഒരു എന്താ പറയാ, ഒരു മേശയുടെ അപ്പുറത്ത് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ. അത് ആ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കാര്യവുമാണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം സിനിമയിലെ സംഘടനകളെല്ലാം സിനിമയുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയാണ്. കാരണം ഇതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് എല്ലാ സംഘടനകളും. ആ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ചയ്ക്കായിട്ടാണ്. അപ്പം അതിനു വേണ്ടി എല്ലാവരും ഒരു സാഹോദരിക ഐക്യം വേണം. തർക്കങ്ങൾ ഉണ്ടാവാം, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് അൾട്ടിമേറ്റ് ഒരു ദിവസം അത് ഒരുമിച്ചായി അത് വളരെ കൃത്യമായിട്ടൊരു ഒറ്റ തീരുമാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് എപ്പോഴും കണ്ടുവരുന്നതും. പല തർക്കങ്ങളുണ്ടെങ്കിലും അതെല്ലാം പല രീതിയിൽ നമുക്കത് മാറി വന്നിട്ടുണ്ട്. ഇതും ആ ഒരു നല്ല രീതിയിൽ തന്നെ മാറി വന്നു. അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇത് അവസാനിക്കുന്നു എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ അത് ചർച്ച ചെയ്യാം. നമുക്ക് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. അത് കൃത്യമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് മാറുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ വിനു, ഈ ഒരു ED റെയ്ഡ് നടക്കുകയുണ്ടായി ആന്റണി പെരുമ്പാവൂരിന്റെ വസതിയിൽ. അതിന് തൊട്ടുപിറകെയാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കീഴടങ്ങൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ അതാണ് കാരണം. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഒരു ഇൻകം ടാക്സ് പേടിയിലൊക്കെയായി താരങ്ങൾ. അതുകൊണ്ട് ഈ പുറത്തേക്ക് കണക്കുകൾ പുറത്തുവിടും എന്നുള്ള സുരേഷ് കുമാറിന്റെ ആ പ്രസ്താവനയിലൊക്കെ ഭയന്നുപോയി. അത്തരത്തിലുള്ള ഒരു കീഴടങ്ങലൊക്കെ താരങ്ങൾ നടത്തി, കോംപ്രമൈസിന് നിന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കണ്ണടച്ച് തള്ളുന്നു അതല്ല? അല്ല, അതിനെപ്പറ്റി ഇപ്പം ED അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാനത് അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. പിന്നെ ഇതിലിപ്പോ ആന്റണി ചേട്ടൻ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പർ തന്നെയാണ്. താരങ്ങൾക്കെതിരെ അല്ല, അവര് ഇൻസൈഡിൽ അവരുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പം നമ്മള് അമ്മ അസോസിയേഷനെ സംബന്ധിച്ച് അമ്മയിൽ വന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മളൊരു പത്രക്കുറിപ്പിൽ കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചതുമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അമ്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഒരു പത്രക്കുറിപ്പിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനിപ്പം ബാക്കിയുള്ള കുറച്ച് തീരുമാനങ്ങൾ കാര്യങ്ങൾ പറയാനുള്ളത് അത് ജനറൽ ബോഡി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഒരു കാര്യം വലുതാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ കാര്യങ്ങൾ രമ്യതയോടെ പരിഹരിച്ച് അതിനൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ് ഒരു ഇൻഡസ്ട്രിക്കും നല്ലത്. കാരണം ഇപ്പം എമ്പുരാനാണെങ്കിലും വരുന്ന സിനിമകളാണെങ്കിലും ഇപ്പം എമ്പുരാൻ ശരിക്കും നമുക്കൊരു വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അതേപോലെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ സിനിമകൾക്കെല്ലാം ഇങ്ങനെ ഒരു സമരം വരികയും അല്ലെങ്കിൽ ഇഷ്യൂസ് വരികയും ചെയ്യുമ്പോൾ ഇത് ബാധിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ നമ്മൾ കണ്ടിട്ട് വേണം നമ്മളൊരു സമരത്തിലേക്ക് ഇറങ്ങാനോ. അല്ലെങ്കിൽ ഇതിപ്പം ഒരു ലെവലിന് മുകളിൽ അല്ലെങ്കിൽ എന്താ പറയാ, സാമ്പത്തികമായ ഒരുപാട് കഷ്ടത, അന്നത്തെ വരുമാനം സിനിമയിൽ നിന്ന് ഒരു ദിവസം ഷൂട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ സിനിമകൾ സജീവമായി പോകുമ്പോൾ ജീവിത മാർഗം ഉള്ള ഒരുപാട് ടെക്നീഷ്യൻസും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർ വരെ സിനിമയിലുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ വരുമാനത്തിൽ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു സമരം ആ രീതിയിലേക്ക് പോകുമ്പം അത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോവുക അവരുടെ ജീവിതത്തിൽ. അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ വളരെ രമ്യമായി ഇത് പരിഹരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എന്റെ അഭിപ്രായം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടെ, എമ്പുരാനെ പറഞ്ഞതുകൊണ്ട് എമ്പുരാന്റെ ടീസർ തൊട്ട് ഇന്നിപ്പോ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിൻ പൂർണ്ണമായിരിക്കുന്ന ദിവസമാണ്. എമ്പുരാൻ ഈ ദിവസങ്ങളിലെല്ലാം നല്ലതിനാണെങ്കിലും ചീത്തതിനാണെങ്കിലും എന്ത് തരം വിവാദമാണെങ്കിലും പബ്ലിസിറ്റി സിനിമയ്ക്ക് നല്ലതാണ്. ഇത്രയും ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എമ്പുരാൻ. എമ്പുരാനെ പൂട്ടാനാണ് ഈ സിനിമ തർക്കവും വിമർശനവും എല്ലാം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പലതരത്തിൽ വന്നിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അങ്ങനെ വിനു ഏതെങ്കിലും മിനിറ്റിൽ കരുതിയിരുന്നോ? അല്ല, അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതാ പറഞ്ഞത്, നമുക്ക് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അത് ചിലപ്പം ഒരാൾ പറയുന്ന അതേ കാര്യം ആയിരിക്കില്ല ചിലപ്പം വേറൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുക. ആ തരത്തിലുണ്ടായിട്ടുള്ളൊരു പ്രശ്നങ്ങളായിട്ട് ഇത് വന്നിട്ടുള്ളൂ. ഇതിനെ രമ്യമായിട്ട് പരിഹരിക്കുന്നുണ്ട്. അതിപ്പം എമ്പുരാൻ സിനിമയ്ക്കൊണ്ട് അല്ലെങ്കിൽ എമ്പുരാനെ പൂട്ടുക അങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതിനെപ്പറ്റി അതിനൊരു യോജിപ്പ് എനിക്കില്ല.
റൈറ്റ്, ഓക്കെ, നന്ദി. വിനു മോഹനാണ് പ്രതികരിച്ചത്. ശ്രീ